ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിസ്ക്കറ്റ് മാത്രം വെച്ചിട്ട് എങ്ങനെ അടിപൊളി ഒരു ക്രീം കേക്ക് തയ്യാറാക്കാമെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതുവരെയും കേക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ പോലും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. അതിനായിട്ട് നമ്മളിവിടെ 24 ബോർബൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റിൽ നിന്നും ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ബിസ്ക്കറ്റ് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 കപ്പോളം ഉണ്ട്. ഇനി ഈ ബിസ്ക്കറ്റ് പൗഡർ വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആഡ് ചെയ്യാം. ഒപ്പം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറേശ്ശെ ബട്ടർ മിൽക്ക് ചേർത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. പാല് ചേർത്താലും മതി. ബട്ടർ മിൽക്ക് റെഡിയാക്കാനായിട്ട് പാലിൽ 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കേണ്ടത്. ഒരു റിബൺ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ചുറ്റിച്ചുകൂടി കൊടുത്താൽ എയർ ബബിൾസ് തീരെ ഇല്ലാതെ തന്നെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മണലിട്ടിട്ടുണ്ട്. മണലില്ലാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്താലും മതിയാകും. അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെക്കാം. മൂടി വെച്ച ശേഷം മൂടിയുടെ മുകളിലായിട്ട് ഒരു വെയിറ്റ് കൂടി വെച്ച് കൊടുത്താൽ 30 മിനിറ്റുള്ളിൽ നമുക്ക് കേക്ക് റെഡിയായി കിട്ടും. കേക്ക് റെഡിയായി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ക്രീമും കൂടി റെഡിയാക്കി എടുക്കാം. ബിസ്ക്കറ്റിൻ്റെ ക്രീം ഒരു ബൗളിലേക്ക് എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്തിട്ട് ക്രീം നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീമിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സ് ആകാനുള്ള ഓയിൽ കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ 3 ടീസ്പൂൺ ഓയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പാൽ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ പിരിഞ്ഞ പോലൊരു ടെക്സ്ചർ ആകും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓയിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് വറുത്ത നിലക്കടല ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഫ്രീസ് ചെയ്തെടുക്കണം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണിത്. ഇനി നമുക്കിതിലേക്ക് ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആ കട്ട് ചെയ്ത പോർഷൻ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റാണ് ഈ കേക്കെന്ന്. ഇനി കോഫി സിറപ്പ് കൊണ്ട് ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ സോഫ്റ്റ് ആയതുകൊണ്ട് കോഫി സിറപ്പ് ഞാൻ അധികം ഒഴിച്ചിട്ടില്ല. ഇനി നമ്മുടെ ക്രീം അതിന് മുകളിലേക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ക്രീം സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെർഫെക്ഷൻ കിട്ടില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ക്വയർ ഷേപ്പിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നിലക്കടല ചോക്കോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്കിതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായ ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് കേക്ക് പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് ബിസ്ക്കറ്റ് മാത്രം വെച്ചിട്ട് നല്ല അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.